ടാറ്റയും ഫോർഡും തമ്മിലുള്ള പ്രതികാര കഥ ഒരു സിനിമാ കഥ പോലെ നമ്മെ ത്രസിപ്പിക്കുന്നതാണ്. 1998 ശ്രീ രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു പൂർണ്ണമായി ഇന്ത്യൻ നിർമ്മിതമായ ഡീസൽ എഞ്ചിൻ കാർ പുറത്തിറക്കി. ടാറ്റ ഇൻഡിക്ക. എതിരാളികൾ ശക്തരായിരുന്നു, വലിവ് കുറവായിരുന്നു പ്രധാന പ്രശ്നം. 1999 ആകുമ്പോഴേക്കും ഈ കാർ കമ്പനി വിറ്റുകളയാൻ ടാറ്റ തീരുമാനിച്ചു. ഇതിനായി അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ഫോർഡ് കമ്പനിയെ ടാറ്റ സമീപിച്ചു. ഇതിനെ തുടർന്നുള്ള ചർച്ചകൾക്കായി ശ്രീ രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അമേരിക്കയിലെത്തി. ഫോർഡ് കമ്പനി അധികൃതരുമായി നീണ്ട 3 മണിക്കൂർ ചർച്ച നടത്തി. ഈ ചർച്ചയിൽ ഫോർഡിന്റെ ചെയർമാൻ ശ്രീ രത്തൻ ടാറ്റയോട് കളിയാക്കുന്ന രീതിയിൽ ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് കാർ നിർമ്മിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനീ പണിക്കിറങ്ങി? അതുമാത്രമല്ല, അഥവാ ഫോർഡ് ഈ കമ്പനി വാങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുന്ന രീതിയിലായിരിക്കും എന്നുകൂടി കൂട്ടിച്ചേർത്തു. എന്തായാലും ആ ചർച്ച എവിടെയും എത്താതെ പിരിഞ്ഞു. എന്നാൽ ശ്രീ രത്തൻ ടാറ്റ തിരിച്ചെത്തിയത് പുതിയൊരു തീരുമാനവുമായിട്ടാണ്. പ്ലാന്റ് ഇനി വിൽക്കുന്നില്ല. പിന്നെ നടന്നത് ചരിത്രം. ബിസിനസ് ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവുകളിൽ ഒന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ വിജയഗാഥ. 9 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിൽ വൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി. അതായത് 2008 ഫോർഡ് കമ്പനി അങ്ങനെ പാപ്പരായി. നിരവധി തൊഴിലാളികളെ പിരിച്ചുവിട്ടു. ഒട്ടും വൈകാതെ രത്തൻ ടാറ്റ ഫോർഡിനെ സമീപിച്ച് ഫോർഡിന്റെ ലാൻഡ് റോവർ, ജാഗ്വർ എന്നീ മോഡലുകൾ എന്നീ കമ്പനികൾ സ്വന്തമാക്കി. അതായത് $2.23 ബില്യൺ. പിന്നീട് ഫോർഡിന് പറയേണ്ടി വന്നു, ലാൻഡ് റോവർ, ജാഗ്വർ എന്നീ കമ്പനികൾ വാങ്ങുന്നത് വഴി ഫോർഡിനെ ടാറ്റ സഹായിക്കുകയായിരുന്നു എന്ന്. അതെ, കാലം കാത്തുവെച്ച പ്രതികാരം എന്നല്ലാതെ എന്താണ് ഇതിനെ പറയുക? ഇന്ന് ടാറ്റ മോട്ടോഴ്സിന്റെ നട്ടെല്ലായി തുടരുന്നു ജാഗ്വർ, ലാൻഡ് റോവർ എന്നീ ബ്രാൻഡുകൾ. 2019 ഫോർഡ് ഇന്ത്യ പ്ലാന്റ് അടച്ചുപൂട്ടി രാജ്യം വിടുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് തന്നെ വേണ്ടിവന്നു അതും വാങ്ങാൻ. പണ്ട് കൈവിട്ട എയർ ഇന്ത്യ ടാറ്റ മോട്ടോഴ്സ് തിരിച്ചു പിടിച്ചു. ഇന്ന് ആഗോള ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ വലിയ സ്ഥാനം ടാറ്റ നേടിക്കഴിഞ്ഞു. അവരുടെ ജോയിന്റ് വെഞ്ചറുകൾ തന്നെ അതിന് സാക്ഷ്യം. ബ്രസീലിൽ മാർക്കോ പോളോ ബസ്, സൗത്ത് കൊറിയയിൽ ദെയ്വു ട്രക്ക്, ഫിയറ്റ് ക്രിസ്ലർ, ഹിറ്റാച്ചി ഹെവി മിഷൻ, കൂടാതെ എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഡിവിഷനും പിന്നെ ടാറ്റ കൺസൾട്ടൻസിയും. ടാറ്റ അവരുടെ ജൈത്രയാത്ര തുടരുന്നു. ശ്രീ രത്തൻ ടാറ്റ നമ്മളെ പഠിപ്പിക്കുന്നത് കഠിനാധ്വാനവും ക്ഷമയും നിശ്ചയദാർഢ്യവും ഉണ്ടെങ്കിൽ ഏത് വലിയ പരാജയത്തെയും നമുക്ക് നേരിടാമെന്നാണ്. ടാറ്റ ഗ്രൂപ്പ് ഇന്ന് ടീ, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ്, ടെലികോം എന്നീ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്നു. മൂല്യങ്ങളൂന്നി പ്രവർത്തിക്കുന്ന ഇതുപോലൊരു ഗ്രൂപ്പ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. പത്മഭൂഷണും പത്മവിഭൂഷണും നേടിയ ഇദ്ദേഹത്തിന് ഭാരതരത്നവും നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ലീഡർമാരിൽ ഒരാൾ രത്തൻ ടാറ്റ തന്നെയാണ്. അദ്ദേഹത്തിന് വലിയൊരു സല്യൂട്ട്.